പ്രിയമുള്ളവരെ, നമ്മൾ ഈ രാത്രിയുടെ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. 2 വചനങ്ങൾ കേട്ടുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ വചനം ഇതാണ്, 1 കൊരിന്തോസ് 7:17. 1 കൊരിന്തോസ് 7:17. നമുക്ക് വചനം ഒന്ന് കേൾക്കാം. ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. പൗലോസ് അപ്പസ്തോലൻ പറയുകയാ, എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത് ഓരോരുത്തരും അവരുടെ ജീവിതവും വിളിയും അനുസരിച്ച്, നിയോഗവും വിളിയും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തട്ടെ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കുമെല്ലാം നമുക്കൊരു നിയോഗമുണ്ട്, ഒരു വിളിയുണ്ട്. അതനുസരിച്ച് ജീവിക്കണമെന്ന് പൗലോസ് ലിഗ നമ്മൾ ഓരോരുത്തരെയും, ഒരു പുരോഹിതന് ആ പുരോഹിതൻ്റെ നിയോഗവും വിളിയുണ്ട്, ഒരു സന്യാസിനിക്ക് സന്യാസിനിയുടെ നിയോഗവും വിളിയുണ്ട്, ഒരു അൽമായ സഹോദരന് സഹോദരിക്ക്, ഒരു കുടുംബനാഥന് കുടുംബനാഥയ്ക്ക്, ഭർത്താവിന് ഭാര്യയ്ക്ക്, ഒരു യുവാവിന് യുവതിക്ക്, മക്കൾക്ക് മാതാപിതാക്കൾക്ക്, ഓരോ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ദൈവം തീരുമാനിച്ചു തന്നിരിക്കുന്ന ഓരോ നിയോഗവും വിളിയുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കട്ടെ എന്നാണ് ആദ്യത്തെ വചനം. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോ. രണ്ടാമത്തെ വചനം ഇതാണ്. രണ്ടാമത്തെ വചനം ഏശയ്യാ 48:17. ഏശയ്യാ പ്രവചനം 48-ാമത്തെ അധ്യായം 17-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്, നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ശ്രദ്ധിച്ച്, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന കർത്താവ് ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ വചനം പറഞ്ഞു, നിനക്കൊരു നിയോഗമുണ്ട്, നിനക്കൊരു വിളിയുണ്ട്, അതനുസരിച്ച് നീ ജീവിക്കണമെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉയരാവുന്നൊരു ചോദ്യമാണ്, എന്താണ് എൻ്റെ നിയോഗം എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, അത് നിന്നെ കർത്താവ് തന്നെ പഠിപ്പിക്കും, കർത്താവ് തന്നെ നിനക്ക് വഴി തെളിക്കുമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമുക്കറിയാം, വിദ്യാഭ്യാസം ഉണ്ടാകണമെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കണം, വേണ്ടേ? നമ്മുടെയൊക്കെ ചുറ്റുപാട് പല സ്കൂളുകളുണ്ട്, അല്ലേ? അപ്പോൾ പഠിക്കാൻ, അറിയാൻ, വളരാനുള്ള സാധ്യത ദൈവം ഒരു സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുക. നമ്മുടെ നാട്ടിലൊരു സ്കൂളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം, എന്ത് ചെയ്യണം? ആ സ്കൂളിൽ നമ്മൾ പോകണം. പോയാൽ മാത്രം മതിയോ? ആ സ്കൂളിൽ പോയി നമ്മൾ പഠിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മുന്നോട്ടുള്ള ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി അറിവുള്ളവരായിട്ട് മാറണം, വിദ്യാഭ്യാസമുള്ളവരായിട്ട് മാറണം. അതിന് ദൈവം നമുക്ക് സ്കൂളുകൾ ക്രമീകരിച്ചു വന്നിരിക്കുന്നു. സ്കൂളുണ്ടായതിൻ്റെ പേരിൽ ആരും ഒരു വിദ്യാഭ്യാസം നേടില്ല. നമ്മളവിടെ പോകണം, അവിടെ പഠിക്കണം, അപ്പം നമ്മുടെ അറിവ് വർദ്ധിക്കും എന്ന് പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കൊരു നിയോഗമുണ്ട്, നമുക്കൊരു വിളിയുണ്ട്. അതനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് ഐശ്വര്യം ഉണ്ടാകൂ. അതനുസരിച്ച് പോയാലേ നമ്മുടെ ജീവിതം ഗതി പിടിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം, അതിൻ്റെ നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്രമീകരിക്കുന്ന ആൾ ദൈവമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവ് ദൈവത്തിന് അറിയാം ഓരോന്നും എന്ത് ചെയ്യണമെന്ന്. ഉദാഹരണത്തിന്, നമ്മൾ കടയിൽ പോയി ഒരു മിക്സി വാങ്ങിക്കൊണ്ടുവന്നു. അമ്മമാരൊക്കെ അടുക്കളയിൽ മിക്സി ഉപയോഗിക്കുന്നില്ല അരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ മിക്സിയുടെ നോബ് വലതുവശത്തേക്ക് തിരിക്കണമെന്ന് കമ്പനി തീരുമാനിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആ മിക്സി ഉണ്ടാക്കി കമ്പനി തീരുമാനിച്ചിരിക്കുക അത് തിരിക്കേണ്ടത് വലതുവശത്തേക്കെന്ന്. അപ്പം അമ്മ പറയുക, ഞാൻ ഇതുവരെ വലതുവശത്തേക്ക് ഒന്നും തിരിച്ചിട്ടില്ല, ഇത് ഇടതുവശത്തേക്ക് തിരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിച്ചാൽ മതി. ഇടതുവശത്തേക്ക് തിരിച്ചാൽ പ്രവർത്തിക്കുമോ? ഇല്ല. അത് നിർമ്മിച്ചിരിക്കുന്ന ആൾ തീരുമാനിച്ചിരിക്കുക ഇത് വലതുവശത്തേക്ക് തിരിച്ചാലാണ് പ്രവർത്തിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പം സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണോ അയാൾ തീരുമാനിച്ചേക്കോ ഇതെങ്ങനെ
പോകണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഏത് സാധനം വാങ്ങിയാലും അങ്ങനെയാട്ടോ. നമുക്കൊരു ഇലക്ട്രോണിക് ഉപകരണം, ഒരു വാഷിംഗ് മെഷീൻ, ഒരു ഫ്രിഡ്ജ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരട്ടെ, അതിൻ്റെ അകത്തൊരു മാനുവൽ ബുക്കുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കണം എന്ന് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഭംഗിയായിട്ട് പോകും. അതില്ലാണ്ട് നമുക്കറിയാൻ പാടാണ്ട് എവിടെയെങ്കിലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അത് പൊട്ടിപ്പോയി അല്ലേ? അപ്പം സൃഷ്ടിച്ചിരിക്കുന്ന ആളാ തീരുമാനിക്കേണ്ടത് എങ്ങനെ പോകണം, പ്രവർത്തിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിജപ്പെടുത്തിയിരിക്കുന്നത്. കരം പിടിച്ചുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം എന്നെ കുറിച്ച്, ദൈവം നിന്നെ കുറിച്ച് എന്ത് ക്രമീകരിച്ചോ ആ ക്രമീകരണത്തോട് ഞാൻ ചേർന്ന് നിന്നാൽ മാത്രമേ എൻ്റെ ജീവിതം വിജയിക്കൂ. കരം പിടിച്ചുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ തീരുമാനിക്കുക, എനിക്കിഷ്ടപ്പെട്ടതുപോലെ ഞാനത് കൊണ്ടുപോയിക്കോളാം. ഉറപ്പിച്ചോട്ടോ, അത് ഐശ്വര്യമാകില്ല, സന്തോഷകരമാകില്ല, അത് നാശത്തിലേ ചെന്ന് അവസാനിക്കൂ. കാരണം സൃഷ്ടാവ് ഉദ്ദേശിക്കുന്നതല്ല നീ ചെയ്തു കൂട്ടുന്നത്. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അടുത്ത ഇടയ്ക്ക് ഞാനേ നമ്മുടെ ഈ ഷാലോം ടിവിയുടെ സ്ഥാപകനായ ഷെവലിയർ ബെന്നി പുന്നത്ര സാറ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ ബെന്നി പുന്നത്ര സാറിൻ്റെ ഒരു പുസ്തകം വായിക്കുമായിരുന്നേ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അത് വായിച്ചപ്പോൾ. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് കൊടുത്തേക്കണ എഴുത്തിൻ്റെ മേഖലയിൽ ഭയങ്കര ഒരു കൃപയാട്ടോ. എന്തെഴുതി വെച്ചാലും വലിയ അഭിഷേകമുള്ള വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൻ്റെ പേരാണ് കാട്ടുപോത്തിൻ്റെ സുവിശേഷം. ഞാൻ മത്തായി സുവിശേഷം, മർക്കോസിൻ്റെ, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷത്തെ കേട്ടിട്ടുണ്ടല്ലോ. കാട്ടുപോത്തിൻ്റെ സുവിശേഷം എന്ന് ആദ്യമായിട്ടാണ് കേൾക്കണേ. അതുകൊണ്ട് ഈ കാട്ടുപോത്തിൻ്റെ സുവിശേഷം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ബൈബിൾ തുറന്ന് നോക്കി. അങ്ങനെ ഒരു സാധനം ബൈബിളിൽ ഇല്ല. കാട്ടുപോത്തിൻ്റെ സുവിശേഷം ഇദ്ദേഹം കുറിച്ച് വെച്ചേക്കണേ എന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ? ഇദ്ദേഹം ഈ കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗണൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പണിയില്ലാണ്ട് നമ്മളും വീട്ടിൽ വെറുതെ ഇരുന്ന സമയമുണ്ട് അല്ലേ? ആ സമയത്ത് അദ്ദേഹം ഷാലോമിൻ്റെ അവിടെ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത്, ഈ വനത്തോടൊക്കെ ചേർന്ന ഭാഗമാണ്, മലബാർ പ്രദേശമാണല്ലോ. അവിടെ പറമ്പ് കാട് വെട്ടിത്തെളിച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടു. നമ്മളെല്ലാവരും ചെയ്തു കാണാമായിരിക്കും അല്ലേ? കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടു. അങ്ങനെ പച്ചക്കറിയൊക്കെ നട്ട് അതിൻ്റെ നമുക്കൊരു സാധനം നട്ട് അതിൻ്റെ വിളവുണ്ടായി കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. ഉണ്ടോ? അപ്പോഴാണ് ചെയ്ത അധ്വാനത്തിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് വേണം നമുക്കൊരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം ചെറിയ പച്ചക്കറിയൊക്കെ നട്ടു. അതിൽ പച്ചക്കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു കാർഷിക നഴ്സറി നടത്തുക, ഒരു ചെറിയ ഫാമൊക്കെ ആയിട്ട് കാർഷിക നഴ്സറി നടത്തുക. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ബെന്നി സാറ് വളരെ സന്തോഷത്തോടെ താൻ ചെയ്ത പച്ചക്കറി വിജയിച്ച് കണ്ട് വളരെ സന്തോഷത്തോടെ ഈ കാർഷിക നഴ്സറിയിൽ ഉള്ള തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനും കുറച്ച് പച്ചക്കറി നട്ടു, നല്ല വിളവൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സുഹൃത്ത് ബെന്നി സാറിനോട് പറഞ്ഞു, സാറിൻ്റെ പണി ചെയ്താൽ മതി, സാറിനുള്ള പച്ചക്കറി ഞാൻ കൊണ്ടുപോയി തരാം. സാറിൻ്റെ പണി ചെയ്താൽ മതി, സാറിനുള്ള പച്ചക്കറിയെല്ലാം ഞാൻ കൊണ്ടുപോയി തരാം. ബെന്നി സാറ് കരുതി അത് സ്നേഹത്തോടെ സാറിന് പച്ചക്കറി തരാനുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കുന്നു. ഏതായാലും പിന്നീടുള്ള ആഴ്ചകളെല്ലാം ഈ പുള്ളിയുടെ ഫാമിൽ നിന്ന് ഈ ബെന്നി സാറിന് കുറച്ച് പച്ചക്കറി വീട്ടിൽ കറി വയ്ക്കാനുള്ള കൊടുത്തു വിടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ബെന്നി സാറ് പച്ചക്കറി മാത്രമല്ല കുറച്ച് വാഴയും കുറച്ച് ചേനയും കപ്പയും ഒക്കെ നട്ടപ്പോൾ അതെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷമൊക്കെ ഇതെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ പിന്നീട് കണ്ടപ്പോഴും ഈ സാറ് ഈ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ കുറച്ച് ചേനയും വാഴയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോഴും ഈ കൂട്ടുകാരൻ ബെന്നി സാറിനോട് പറഞ്ഞു, സാറിൻ്റെ പണി ചെയ്യ്, സാറിനുള്ളത് ഞാൻ തന്നുവിടാം. എന്താണെന്ന് അതിൽ കൂടുതലൊന്നും ബെന്നി സാറും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ബെന്നി സാറിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് മനോഹരമായിട്ട് പോവുക, വേറെ ഒന്നും അധികം ചെയ്യാനില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രിയമുള്ളവരെ, ഈ കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്, കാരണം വനത്തിൻ്റെ അടുത്താണല്ലോ. ഒരു ദിവസം ഒരു കാട്ടുപോത്ത് വന്ന് ഈ വേലി മുഴുവൻ പൊളിച്ച് ഈ കൃഷി ചെയ്തതിൻ്റെ അകത്തേക്കൂടെ കൂടിപ്പാഞ്ഞ് നടന്നു. വേലി പൊളിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ കാട്ടുപന്നി കയറാൻ തുടങ്ങി. ഈ കൃഷി ചെയ്തേക്കണെല്ലാം നശിപ്പിച്ചു. അപ്പോഴാണ് ഈ ബെന്നി സാറ് ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്, ദൈവം കൃഷി ചെയ്യുന്നത് മോശം പരിപാടിയല്ല കേട്ടോ, പക്ഷെ ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് ക്രമീകരിച്ചിരിക്കുക. ബെന്നി സാറിനെ ദൈവം എടുത്തുയർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഈ ലോകം മുഴുവൻ വലിയൊരു ആത്മീയ ശുശ്രൂഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു അൽമായൻ ഈ നാട്ടിലെങ്ങും അങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഒരു TV ചാനൽ ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ ഒരു TV ചാനലിനെ കുറിച്ച് ചിന്തിച്ച് അത് കൊണ്ടുവന്ന് എത്തിക്കുക. ഷാലോം മാസിക
സൺഡേ ശാലം തുടങ്ങിയ പത്രങ്ങളൊക്കെ ക്രമീകരിക്കുക. അത് വലിയ കാര്യമായിട്ട് ദൈവം അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിച്ചു. അദ്ദേഹം കൃഷി ചെയ്താൽ മോശമെന്നല്ല, പക്ഷെ ദൈവം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മുഴുവൻ സമയം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകമെങ്ങും കോവിഡ് ബാധിച്ച സമയത്ത് ലോകം മുഴുവനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളി ലഭിച്ച ആളാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല ആ ശുശ്രൂഷകൻ ആ സമയത്ത് ആ കൃഷിയും പരിപാടിയായിട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബെനിസാർ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കൂട്ടുകാരൻ വഴി ദൈവം എന്ന് എന്നോട് സുവിശേഷം പറഞ്ഞു, നീ പോയിരുന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്ക്. എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ടൊരു വിളി സ്വീകരിച്ച ആൾക്കത് പറ്റും. എല്ലാവർക്കും വേണ്ടിയിട്ട് ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ എഴുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? അല്ല. അത് പുള്ളിക്ക് വിളി കൊടുത്തിരിക്കുക. പുള്ളി അത് ചെയ്യണമായിരുന്നു. കൂട്ടുകാരൻ വന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു സുവിശേഷം, സാറിൻ്റെ പണി ചെയ്തില്ല. രണ്ടാം പ്രാവശ്യം കൂട്ടുകാരൻ വന്ന് സുവിശേഷം പറഞ്ഞു, സാറിൻ്റെ പണി ചെയ്തില്ല. മൂന്നാം പ്രാവശ്യം കാട്ടുപോത്ത് വന്ന് സുവിശേഷം പറഞ്ഞു. എന്താണെന്നറിയാമോ? എല്ലാം നശിപ്പിച്ചു. കാട്ടുപോത്ത് നിന്ന് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാറിന് കാര്യം മനസ്സിലായി, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനും ഈ കോവിഡ് കഴിഞ്ഞ് ജനത വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും പ്രത്യാശയുടെ കാര്യങ്ങൾ കൊടുക്കണം. അവർക്ക് 2 വർഷത്തെ സങ്കടങ്ങളുണ്ട്, പ്രത്യാശ കൊടുക്കണം. എഴുത്തിലൂടെയും TV പ്രോഗ്രാമിലൂടെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഈ സമയം എന്നെ അനുവദിക്കുക. ഇത് ആ സഹോദരന് മനസ്സിലായത് ആ സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം കുറിച്ച് വെച്ചിരിക്കുക കാട്ടുപോത്തിൻ്റെ സുവിശേഷം എന്ന് വെച്ചാൽ മനുഷ്യനിലൂടെ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യം അവസാനം മൃഗത്തിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്തമായ റോളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു നാടകം എടുത്തു, ഒരു സിനിമ എടുത്തു, എല്ലാവർക്കും നായകനാകാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറയുകയാണ്, ഞാൻ നായകനായേ അടങ്ങൂ. അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. 6 പേരും സിനിമയിലുണ്ട് അല്ലെങ്കിൽ നാടകത്തിലുണ്ട്, 6 പേരും നായകന്മാരാണെങ്കിൽ കഥ മുന്നോട്ട് പോകുമോ? ഇല്ല. അതിനകത്തൊരു നായിക വേണം, അതിനകത്തൊരു വില്ലൻ വേണം. അയ്യോ, വില്ലൻ്റെ റോൾ ചെയ്യാൻ ഞാൻ വരില്ല, അത് നെഗറ്റീവ് റോളാണ്. അല്ലെന്നേ, നന്നായിട്ട് വില്ലൻ്റെ റോൾ ചെയ്യുന്ന ആള് അദ്ദേഹത്തിൻ്റെ അഭിനയ തികവാ കാണിക്കണത്. ഹല്ലേലൂയാ. ഒരു ഹാസ്യ നടൻ കാണും തമാശ പറയാൻ, അത് എല്ലാവർക്കും പറ്റുമോ? തമാശ പറയാൻ? ഇല്ല. ഓരോരുത്തർക്കും ഓരോ റോളാണ്. ഹല്ലേലൂയാ. എല്ലാം വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇപ്പൊ നമ്മളെല്ലാം വ്യത്യസ്തമായ റോള് തന്നിരിക്കുന്നവരാ, അത് ജീവിക്കണം. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ റോൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യണ മുഴുവൻ മറ്റുള്ളവർ എന്താണോ ചെയ്യണേ അത് കണ്ട് അങ്ങ് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. പണ്ട് എവിടെയോ വായിച്ച ഒരു കഥ ഇതാണ്. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഗുരു പറഞ്ഞു, മറ്റുള്ളവരുടെ നോക്കി കോപ്പി അടിക്കണമെന്നാണ് തോറ്റു പോകണേ. ചില പഠിക്കാത്ത പിള്ളേർ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുമല്ലോ അല്ലേ? പക്ഷെ കോപ്പി അടിച്ചത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ വിജയിക്കുകയല്ലേ വേണ്ടത്, അല്ലേ? കോപ്പി അടിച്ചിട്ട് സാറ് പിടിച്ചില്ല എങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമല്ലേ വേണ്ടത്, അല്ലേ? കോപ്പി അടിച്ചാൽ തോറ്റു പോകുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ ഗുരു പറഞ്ഞത് കോപ്പി അടിക്കണോണ്ടാ തോറ്റു പോണേന്ന്? അപ്പോൾ ഗുരു അതിന് ഉത്തരം പറഞ്ഞു, നിന്റെ പരീക്ഷയല്ല നിന്റെ അടുത്തിരിക്കുന്ന ആൾ എഴുതുന്ന പരീക്ഷ. ഉദാഹരണത്തിന്, നീ സയൻസിൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, നിന്റെ അടുത്തുള്ള ആൾ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ എഴുതണേ. കോപ്പി അടിച്ച് എങ്ങനെ ഉണ്ടാവും? ജയിക്കുകയോ? ഇല്ല. ജീവിതമാകുന്ന പരീക്ഷ അങ്ങനെയാ. എൻ്റെ ജീവിതമല്ല നിങ്ങളുടേതല്ല മറ്റൊരാളുടേത്. ഓരോരുത്തർക്കും ഓരോ വിളിയും ഓരോ നിയോഗവും ദൈവം കൊടുത്തിട്ടുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവർ തന്നെ എല്ലാ കുടുംബങ്ങളും ഒരുപോലെയല്ല. ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. പറയുള്ളവരെ, ഓരോന്നിനും ദൈവം ഓരോന്നുണ്ട്. ബൈബിളിൽ ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ കടന്നു പോകുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കൈയടിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വചനത്തില് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തില് 3-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി 26 3-ാമത്തെ തിരുവചനം. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതെന്താണെന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം ഇസ്ഹാക്കിനോട് പറയുന്ന ഇത് 1 മുതലൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി 26 1 മുതലൊന്ന് വായിക്കാമോ? അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമേ
മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. അബ്രാഹത്തിന്റെ കാലത്ത് ഉണ്ടായതുപോലെ തന്നെ മറ്റൊരു ക്ഷാമം കൂടി. അപ്പൊ ആരുടെ കാലത്തും ക്ഷാമം ഉണ്ടായിട്ടുണ്ട്? അബ്രാഹത്തിന്റെ കാലത്തും. അതുപോലെ ഒരു ക്ഷാമം പിന്നീടും ഉണ്ടായി. എന്നിട്ട് വായിച്ചേ. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമെലെക്കിന്റെ അടുത്തേക്ക് പോയി. ഇനി വായിച്ചോ, തുറന്നു വായിച്ചോ. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇസ്ഹാക്കിന്റെ സമയത്ത്, ഇസ്ഹാക്കിനെ അറിയാലോ അല്ലേ? ഇസ്ഹാക്ക് ആരാണ്? അബ്രാഹത്തിന്റെ മകൻ. അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്ക്. ഈ ഇസ്ഹാക്കിന്റെ സമയത്ത് ഒരു ക്ഷാമം ഉണ്ടായി. ഇതേ ക്ഷാമം ഇസ്ഹാക്കിന്റെ അപ്പനായ അബ്രാഹത്തിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അബ്രാഹം എന്താ ചെയ്തതെന്ന് അറിയാമോ? അബ്രാഹം എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിലേക്ക് പോകുക. ഉൽപ്പത്തി 12-ാം അധ്യായം 10-ാം തിരുവചനം. അബ്രാഹത്തിന്റെ സമയത്ത് ക്ഷാമം ഉണ്ടായപ്പോ എന്താന്ന് വായിക്കാം. അവിടെ ഒരു ക്ഷാമമുണ്ടായി. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു. അബ്രാഹത്തിന് ക്ഷാമമുണ്ടായപ്പോ അബ്രാഹം എങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തില് ധാരാളം ഗോതമ്പും ധാന്യശേഖരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ പോയി രക്ഷപ്പെടാമെന്ന് അബ്രാഹത്തിന് തോന്നി. അങ്ങനെ അബ്രാഹത്തിന്റെ സമയത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രാഹം ഈജിപ്തിൽ പോയി രക്ഷപ്പെട്ടു. ഇനി മകനായ ഇസ്ഹാക്കിന്റെ സമയത്തും ക്ഷാമം ഉണ്ടായി. അത് നമ്മൾ ഉൽപ്പത്തി 26-ൽ നമ്മൾ വായിച്ചത്. അവിടെ ഈ ക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്ഹാക്ക് എന്താ ചിന്തിച്ചെന്നറിയാമോ? അപ്പൻ പോയതുപോലെ തന്നെ എങ്ങോട്ട് പോകാം? ഈജിപ്തിലേക്ക് പോകാം. അവിടെ ചെന്ന എല്ലാം സുസ്ഥിരമാകും. കാരണം എന്താണെന്നറിയാമോ? ഈ ക്ഷാമം എന്ന് പറയുമ്പോൾ വെറുതെ തിന്നാനും കുടിക്കാനും ഇല്ലെന്ന് മാത്രം ചിന്തിക്കരുത്. ഇസ്ഹാക്കും അബ്രാഹും ഒക്കെ ആ സമയത്ത് വലിയ സമ്പന്നരാ. ദൈവം അവരെ കനിഞ്ഞ് അനുഗ്രഹിച്ചേക്കുക. അന്നത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആടുമാടുകൾ ഇഷ്ടം പോലെയുണ്ട്. കാർഷിക മേഖലയാണ്. അപ്പോൾ പട്ടിണി ക്ഷാമം വരുമ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല, ഈ ആടുമാടുകൾക്ക് കൊടുക്കാനും ഒന്നുമില്ല. അപ്പോൾ അബ്രാഹാം ആ സമയത്ത് ഈജിപ്തിൽ പോയി രക്ഷപ്പെട്ടു. മകനായ ഇസ്ഹാക്കിന് ക്ഷാമം ഉണ്ടായി. ഇസ്ഹാക്കും ചിന്തിച്ചു, അപ്പനെ പോലെ തന്നെ ഞാനും ഈജിപ്തിൽ പോകാം. പക്ഷെ ആ സമയത്ത് ദൈവം ഇസ്ഹാക്കിനോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നോ? നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ ഇവിടെ തന്നെ നിന്ന് കൃഷി ചെയ്യണം. എവിടെ? ഈ ക്ഷാമമുള്ളിടത്ത്, തിന്നാനും കുടിക്കാനും ഇല്ലാത്ത നാട്, അവിടെ നിന്ന് നീ കൃഷി ചെയ്യണമെന്ന് ആര് പറയുന്നു? ദൈവം പറയണു. നമ്മുടെ ബുദ്ധി പറഞ്ഞ എന്താ? കൃഷി ചെയ്യാൻ പോയിട്ട് ജീവിക്കാൻ പോലും ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വിറ്റുപോയി ആ നാട്ടിൽ പോയി രക്ഷപ്പെടണം. പക്ഷെ ദൈവം പറയുക, വേണ്ട, നീ ഇവിടെ തന്നെ നിന്ന് കൃഷി ചെയ്താൽ മതി, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ രക്ഷിച്ചോളാം. ഇത് വിശ്വസിക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല പറയുള്ളവരെ. ഇതേ വിശ്വസിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം നമ്മുടെ ബുദ്ധി പറയൂ, ഇവിടെ നിന്ന് ഒരു ഗതിയും ഉണ്ടാവില്ല, എല്ലാവരും രക്ഷപ്പെടാണ്ടില്ലേ, അവരൊക്കെ പോയി രക്ഷപ്പെടുക, ഇവിടെ നിന്ന് എങ്ങനെ ഗതി പിടിക്കാനാ? പക്ഷെ നമ്മൾ ഓർക്കണം കേട്ടോ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുന്നോട്ട് പോകുമ്പോൾ 26-ാം അധ്യായം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് 26:12 വന്നേ. 26:12. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ഇസഹാക്ക് ആ നാട്ടില് കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കണ്ടോ, ദൈവം പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകേണ്ട, ക്ഷാമമുള്ള ഈ നാട്ടിൽ തന്നെ നീ ജീവിച്ചാൽ മതി, നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഇവിടെ നിന്ന് ശരിയാകില്ല, ഈജിപ്തിലേക്ക് പോകണമെന്ന് ഇസഹാക്ക് പറഞ്ഞില്ല. പറഞ്ഞത് ദൈവമാണ്, ഇവിടെ നിന്നാൽ മതിയെന്ന്. അതുകൊണ്ട് ഇസഹാക്ക് ഈ ക്ഷാമമുള്ള നാട്ടിൽ തന്നെ നിന്ന് ഇവിടെ തന്നെ കൃഷി ചെയ്തു. എന്നിട്ട് ദൈവം എന്ത് കൊടുത്തു? ഒന്നോടെ വായിച്ചേ. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും അക്കൊല്ലം തന്നെ ക്ഷാമമുള്ള നാട്ടിൽ 1ഉം 2ഉം അല്ല 100 മേനി വിളവ് ഇസഹാക്കിന് ദൈവം കൊടുത്തെന്ന് ശക്തിയോടൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇസഹാക്കിന്റെ മകൻ യാക്കോബിന്റെ സമയത്തും ഇതുപോലെ ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യാക്കോബ് എങ്ങോട്ടാണ് പോയെന്നറിയാമോ? നമ്മൾ ബൈബിൾ വായിക്കുന്നു, യാക്കോബിന് 12 മക്കളുണ്ട്. അതിൽ ഒരാളാണ് ജോസഫ്. ജോസഫിനെ മറ്റേ പൊട്ടക്കണ്ടിലിട്ടതും വിറ്റതും ഈജിപ്തിൽ ചെന്നൊക്കെ അറിയാം അല്ലേ? അങ്ങനെ ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി. യാക്കോബിൻ്റെ സമയത്ത് ക്ഷാമമുണ്ടായപ്പോഴും യാക്കോബും സഹോദരങ്ങളും രക്ഷപ്പെടാൻ പോയത് ഈജിപ്തിലേക്കാണ്.
അപ്പനായ അബ്രാഹാം പോയതും ഈജിപ്തിലേക്കാ, മകനായ യാക്കോബ് പോയതും ഈജിപ്തിലേക്കാ. പക്ഷേ ഇസ്ഹാക്ക് ഈജിപ്തിലേക്ക് പോകാനല്ല ദൈവം ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒരുപോലെ ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ നിയോഗവും ഓരോ വിളിയുമുണ്ട്. കരമടിച്ചെന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് അറിയാത്തതാണ് നമ്മുടെ തകർച്ചയുടെ കാരണം. ഒരു സാധനം വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, 2 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച സാധനം എങ്ങനെയാ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും പൊടി പിടിച്ചിരിക്കുക. എങ്ങനെയുണ്ട്? വീട്ടിലെ പണികളെല്ലാം ചെയ്യാൻ എളുപ്പമുള്ളൊരു യന്ത്രമാണ്, 2 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ ഒറ്റ കുഴപ്പം, അതെങ്ങനെയാ പ്രവർത്തിക്കേണ്ടത് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇത് പൊടി പിടിച്ചിരിക്കുക. നമ്മൾ ഈ കഷ്ടപ്പാട്. നല്ലൊരു ശതമാനം പേരുടെ ജീവിതം എങ്ങനെയാ പറയുള്ളവരെ, എൻ്റെ ദൈവം എന്നെ കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് ഒരെത്തും പിടിയില്ല. അതറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഏതൊക്കെയോ ചെയ്തു കൂട്ടുകൊണ്ടിരിക്കുക. അത് സങ്കടവും നിരാശയും തകർച്ചയാണ് തന്നത്. എന്നാൽ ഈ ജീവിതം കൊണ്ട് എൻ്റെ ദൈവം എന്നെ കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ തുടങ്ങിയാൽ ഈ ജീവിതം വിജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ.